ഗൗരി മഹേശ്വർ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഞാൻ ഗീത, ദേവിയൂർ പാചകശാലയം ആറ്റിങ്ങൽ. ഇനി കന്നിരാശിയെക്കുറിച്ചാണ് പറയാനുള്ളത്. കന്നിരാശിയിലെ വിഷഫലം ആണ് ഇനി പറയാൻ പോകുന്നത്. കന്നിരാശി എന്ന് പറഞ്ഞാൽ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര. ഇതിലെ ഇവരുടെ ഫലം എന്താണ്, വിഷുഫലം എന്താണ്? ഏതായാലും ഈ കന്നിരാശിക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച കാണുന്നുണ്ട്. എങ്കിലും മറ്റ് കാര്യങ്ങളിലൊക്കെ കുറച്ച് മനപ്രയാസങ്ങളൊക്കെ കാണുന്ന ഒരു സമയമാണ്. വീട്ടിനകത്ത് കലഹങ്ങളോ മാനസികമായിട്ട് എന്തായാലും ഇവർക്ക് നല്ല വിഷമം ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ് ഈ ഒരു വർഷം ഇരിക്കുകയും കാണുന്നത്. പിന്നെ ജോലിയിൽ ഇരിക്കുന്നത് കൊണ്ട് ജോലി സാധ്യതയും, ജോലി ഇല്ലാത്തവർക്ക് ജോലി സാധ്യത ഉണ്ടാകുന്നുണ്ട്. ജോലി ഉള്ളവർക്ക് സാമ്പത്തികം കയ്യിൽ വരുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും മറ്റെല്ലാ തരത്തിലും അവർക്ക് കുറച്ച് അങ്കലാപ്പ്, ദുഃഖം ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസരമാണ്. ഈശ്വരാധീന കുറവ് അവർക്കുണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഈശ്വരാധീനം വരുത്താൻ നോക്കണം. ഈശ്വരാധീനം വരുത്താതെ പോയാൽ മാത്രമാണ് ഇവർക്ക് കണ്ണുനീരും ദുഃഖം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈശ്വരൻ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികളൊക്കെ ചെയ്ത് ഈശ്വരാധീനം വരുത്താൻ ശ്രമിക്കുക. ഈശ്വരന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികളിലേക്ക് ഏർപ്പെടാതിരിക്കുക. മറ്റുള്ളവരുടെ വിഷമങ്ങളും കണ്ണുനീരും ഒക്കെ കണ്ടില്ലാന്ന് നടിച്ച് മുമ്പോട്ട് സ്വന്തം സ്വാർത്ഥത നോക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മറ്റൊന്നും പേടിക്കാനില്ല. നമ്മൾ ഓരോരുത്തരുടെ കാര്യം നോക്കിയാലും തെറ്റ് ചെയ്താൽ മാത്രമേ ദുഃഖിക്കേണ്ടി വരൂ. ഇപ്പോൾ പണ്ട് പഴഞ്ചൊല്ലി പറയത്തില്ലേ, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാവാതെ സൂക്ഷിക്കുക. അങ്ങനെ സൂക്ഷിച്ചാൽ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഉന്നമനത്തിലേക്ക് എത്താൻ പറ്റും. അതായത് മാനസികമായിട്ടും ഉന്നതിയിലെത്താം, സാമ്പത്തികമായിട്ടും ഉന്നതിയിലെത്താം, ശാരീരികമായിട്ടും ഉന്നതിയിലെത്താം. അപ്പോൾ ശത്രുക്കളെയൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി പോയാൽ തന്നെ നമ്മുടെ ആൾക്കാർ നമ്മളെ സഹായിക്കാനായിട്ട് എത്തുകയുള്ളൂ. ഈ സ്വന്തം ആൾക്കാർ അല്ലെങ്കിൽ മക്കള്, മരുമക്കളൊക്കെ ശത്രുക്കളായ നമുക്കാരും കാണത്തില്ല. അപ്പം ഈ രീതിയിൽ ഉള്ള സമീപനങ്ങളെയെല്ലാം ഒഴിവാക്കി നല്ല സ്നേഹത്തോടും തന്മയത്വത്തോടും കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകും. ഒരു പക്ഷേ മറ്റുള്ള നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്ക് ഈ പ്രഭാഷണങ്ങളാലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈശ്വര പ്രാർത്ഥനയെ, ഈശ്വരന് നിരക്കാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യാതെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോയാൽ നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകളെയൊക്കെ തടയാൻ പറ്റും. കാര്യം ശിവനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മഹാദേവിയെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദേവി എല്ലാ തടസ്സങ്ങളും ഒക്കെ നീക്കി നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഈശ്വരനോട് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും ഭഗവാനെ സ്നേഹിക്കുകയും അപ്പോൾ ഭഗവാന്റെ സ്നേഹം തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. പ്രത്യേകിച്ചും ഈ കന്നി രാശിക്കാർ അവരുടെ ഒരു സ്വാർത്ഥത നോക്കിയാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ കന്നിക്കൂറുകാരെയും ഞാൻ പറയുന്നതല്ല. ഇതിനു മുമ്പും പല പ്രാവശ്യവും ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും അങ്ങനെ ചെയ്യുമോ, എല്ലാവരും അങ്ങനെ ചെയ്യുമോ, അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള, എന്നെ സമീപിക്കുന്ന പല ആൾക്കാരുടെ അടുത്ത് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവരുടെ സങ്കടങ്ങൾ കൂടുതലും ഇവരുണ്ടാക്കി വയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കാതെ നല്ല നേർവഴിയിൽ കൂടെ മാത്രം പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാവും. മറുവശത്തുകൂടെ ആ ഉയർച്ചകളെല്ലാം താഴോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ്സുണ്ടാവണം. അങ്ങനെയൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. എൻ്റെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും. നമസ്കാരം.